അങ്ങനെ ചവിട്ടി പൊട്ടിച്ചിട്ട് പോയത്. ഞങ്ങളുടെ പാരന്റിങ് സ്റ്റൈല് പെർമിസീവ് പാരന്റിങ് സ്റ്റൈലാണ്. അതിൽ 2 തരത്തിലുള്ള മക്കളെയാണ് പെർമിസീവ് പാരന്റിങ് സ്റ്റൈൽ കൊണ്ട് കൂടുതൽ. അഞ്ച് മിനിറ്റിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞു. നമ്മളിപ്പോൾ കണ്ടതാണ് പെർമിസീവ് പാരന്റിങ്ങിന്റെ നെഗറ്റീവ് എഫക്ട്സ്. അതായത് പാരന്റിന് ഒരു ബൗണ്ട്, അത് പാരന്റ് അംഗീകരിക്കുന്നു ഇഷ്ടത്തോടുകൂടെ, അല്ലെങ്കിലും അത് എൻഫോഴ്സ് ചെയ്യാനും പറ്റുന്നില്ല. പഠിക്കുക എന്നുള്ളത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടിക്ക് ആ ഒരു ബൗണ്ടറി അറിയില്ല, ആ ഒരു ഇൻഡിസിപ്ലിൻ ലൈഫിലേക്ക് പോകുന്നു, റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പോൾ ഇതൊരു ഐഡിയൽ സ്റ്റൈൽ ഓഫ് പാരന്റിങ് അല്ല ടു എ ലാർജ് എക്സ്റ്റെന്റ്. പക്ഷെ ഇങ്ങനെയുള്ള പാരന്റിങ്ങിന് ഒരു പോസിറ്റീവ് സൈഡ് എഫക്റ്റും കൂടെ ഉണ്ടാവാം ചില സന്ദർഭങ്ങളിൽ. അതും കൂടെ ഞങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള സ്കില്ലുള്ള ഒരു കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ പാരന്റിന് കഴിയുന്നുണ്ട്. ഇൻഡിസിപ്ലിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ഇറ്റ് മൈറ്റ് വർക്ക് ഇൻ ക്രിയേറ്റിംഗ് ആൻഡ് സപ്പോർട്ടിംഗ്. നാടകം സ്നേഹിക്കുന്ന അച്ഛൻ രംഗത്ത് കേരളത്തിലെ 90 ലക്ഷത്തോളം വരുന്ന സാധാരണ കുടുംബങ്ങളുടെ ഒരു പ്രതീകമായ ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥയാണിത്. ഒരു അച്ഛനും അമ്മയും അവര് ഒരു മകനെയും നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഏവരെയും ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങളുടെ നാടകം തുടങ്ങുന്നു. സ്നേഹിക്കാൻ വളർന്ന അച്ഛൻ. കൂട്ടുകാരുമായിട്ട് കുട്ടി സംസാരിച്ചിരുന്നു. പക്ഷേ അച്ഛൻ്റെയും
അമ്മയുടെയും വ്യക്തമായ ഇടപെടലും മൂലം ആളാകപ്പാടെ സങ്കടത്തോടെയാണ് ഇരിക്കുന്നത്. ശ്രദ്ധിക്കുക. അടുത്ത സീന് വീണ്ടും വീടാണ്. അച്ഛനും അമ്മയും സംസാരിച്ചിരിക്കുമ്പോൾ കൂട്ടുകാരിൽ നിന്ന് ആകുന്ന കൂട്ടുകാരുമായിട്ട് സ്കൂളിൽ വീണ്ടും കുട്ടി വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. പഠിക്കാൻ പഠിപ്പിക്കാൻ എത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നിന്നെ പറഞ്ഞു വിടുന്നത് പഠിക്കാനാണ്, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനല്ല. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി ഇല്ല, എനിക്ക് ഒന്നുമില്ല. ഞാൻ ഈ വീട്ടിൽ നേരെ ഇവിടെ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അമ്മ എന്നോട് എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്ന് പറഞ്ഞോ നന്നാവാൻ വേണ്ടി 90 മാർക്ക് പഠിച്ചത് നിങ്ങൾക്ക് എന്താ ഒന്നും പോരാ. 97 കിട്ടിയാൽ നിങ്ങൾക്ക് എന്താവുള്ളൂ. എന്റെ കൂടെ പഠിക്കണം അവന് 70 പോലും ഇല്ല, അവന് പാസ് പോലും ആയിട്ടില്ല. അവന്റെ വീട്ടിൽ ചിക്കൻ കറി വെച്ചു. അമ്മ എനിക്ക് എന്താ തരുന്നത്? പലപ്പോൾ ചായ എടുക്കാൻ തന്നാ ഇപ്പൊ വേണ്ട എനിക്ക് നമ്മുടെ ചായ. ഇപ്പൊ പറയുക നമ്മുടെ ചായ എന്ന് പറയുന്നില്ല അച്ഛന. എന്ത് പറയാൻ നീ ചാടിക്കരുത്, എന്ത് പറയാൻ പറ്റും? ആ ഇപ്പൊ എന്റെ തലക്കായി കുഴപ്പം. അച്ഛൻ വന്ന എന്നെ ഒന്നുമില്ലാതെ ചീത്ത പറഞ്ഞാൽ ഒന്നുമില്ല. നീ മര്യാദ സമയത്ത് വരാനല്ലേ അത് പറഞ്ഞത്? അച്ഛൻ 15 മിനിറ്റ് കഴിഞ്ഞു, 1 മിനിറ്റ് 16 മിനിറ്റ്. അതിനാണ് അച്ഛൻ ഈ കണക്കുള്ളത്. അവിടെ നേരത്തെ ഇറങ്ങി നിനക്ക് ഇവിടെ വന്ന് ഒരാക്ഷരം കൂടുതൽ പഠിക്കാമല്ലോ. പഠിച്ചിട്ട് അച്ഛൻ്റെ രീതിയിലല്ലേ എന്നും നീ പഠിച്ച് മര്യാദ മാർക്ക് വാങ്ങിച്ച് ചീത്ത പറയേണ്ട ആവശ്യമുണ്ടോ? എത്രയാണ് അച്ഛൻ 14 മാർക്ക് 97? ആ അതെ, ടീച്ചർ എന്റെ അമ്മയുടെ പോകണമെന്നല്ല എനിക്ക് മാർക്ക് തരാൻ. ഇതിനെ പത്തോടെ എന്ത് പറ്റിയത് നീ? ഈ ഇടയിൽ പോയി രക്ഷിക്കും. രക്ഷാകർത്തം അല്ലെങ്കിൽ പാരന്റ്ഷിപ്പുള്ള ഒരു കുടുംബത്തിൽ സാധാരണ സംഭവിക്കുന്നതായ കാര്യങ്ങളാണ്. ഇത്രയും കണ്ടത് നമ്മൾ സാധാരണ open communication among the family members and support and guidance for the children about good ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടിയുടെ അമ്മയുടെ ചെറിയ ജോലിയിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ജോലി കഴിഞ്ഞ് വന്നിട്ട് അച്ഛൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഹലോ, അടുക്കളയിൽ എന്തെടുക്കുക? ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? നമുക്ക് കുറച്ച് നേരം സംസാരിച്ചാലോ? സെയിം ഗ്രേഡ് അരമണിക്കൂടി കഴിഞ്ഞു. ചേട്ടാ ഞാൻ ഇന്ന് അടുക്കള മോളോ വന്നിട്ട് അച്ഛൻ
കഴിഞ്ഞു ബാ എപ്പോഴും അവിടെ അപ്പൊ ഇനി നമുക്ക് പോയിട്ട് പഠിക്കാലോ. encouraging their child and trying to help her in every way because faces challenges in academic performances, and they have problems in social relationship. I'm so excited. Tomorrow, I mean, next week, we will be going to Goa. No? Did you get the permission from your parents? No, yeah, I have not yet shared the permission slip to my mom. I hope she signs it, man, but I'm so excited. I can't wait. What are we going to do in Goa? Like, I have researched like some 5-7 beaches, okay? And we'll be telling ma'am also about that, and we'll be like, you have to give me your side, okay? Because otherwise she's not going to listen to us, and then we will just be in one beach, okay? Please, huh? Okay. Alright. Chalo, then you take care. I will go and give a slip to my mom, and I hope that she signs my slip, okay? Alright, ma'am, I'll let you know however it goes. Bye. Mom. Mom, I have to tell you something. When did you meet me? So then when the school is going on with this, I need a sign. My school is going on and everyone's there and everyone's so excited. I also want to go. Yeah. So ma'am told me to sign over here. Pakka you sign up. Pakka, promise. No promise. Please. But don't forget. I really hope she signs it. I'll give her a reminder now, but now I don't know. I know you're also excited. I'm also so excited, yeah, but I don't know. Let me see if she signs. I'll ask her again. But then everyone will go and then I won't get to go. So next year. No, please, you always say this every time. Please. Next year I Please. The elder child is had to take care of the younger one. Medicines are always kept over your room. വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ പറഞ്ഞ് കൊടുക്കുക നോക്കുന്നുണ്ടോ? Yeah, okay, wait. Hey, Reshma. Hey, Krishna. कब से मतलब since when you are feeling bad? Oh my God, I don't know what. Yeah, okay, wait. 1 second. Why are you yelling? പറഞ്ഞിട്ടുള്ളതാ വെള്ളത്തിൽ പോയി കളിക്കുന്നത്. Wait. And she's not well. You keep quiet for some time. ഇത്രയും നമ്മൾ പാടുപെടുന്ന കാണിയുടെ കൂടി ഇത്ര ജോലിയാണ് ഉള്ളത്. എന്നെ ഡെസ്ക്. I mean, she's sick, no? ഓക്കെ. What do you say? I asked her. മരുന്ന് കഴിച്ചിട്ട് കിടക്കുക. It's okay, now I'm taking care of it. Now you focus on your work. Now all this time you were working on me, no? No, you come with me. Okay, we go. I'll take you to the doctor also once, and we go and we come back. Okay?
നീ ചേച്ചിയല്ലേ അപ്പൊ നീ ഇത് നോക്കണം കൊച്ചിനെ. I'm only looking for every time. Third scene, teacher goes for a meeting. ആതിര, അരുണ, ദിവ്യ, രേഷ്മ, 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 ഈ ലോകത്തൊക്കെയാണോ? സിയാൻ, അപ്പൊ എല്ലാവരും ഇന്നലെ തന്നെ ഹോംവർക്ക് ഒക്കെ ചെയ്തോ? അപ്പൊ നമുക്ക് ആദ്യം എല്ലാവരും സബ്മിറ്റ് ചെയ്ത് വയ്ക്കാം, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ലെസൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. Ting ting.